ആലപ്പുഴ ചേർത്തലയിൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ വീട്ടിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി. ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലെ പ്രതിയാണ് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള ചേർത്തലക്കാരൻ സെബാസ്റ്റ്യൻ. കോട്ടയം സ്വദേശിനി ജൈനമ്മയെ കാണാതായ കേസിലും ഇയാൾ സംശയനിഴലിലാണ്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഈ കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനിയായ ജൈനമ്മയുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ചേർത്തല പള്ളിപ്പുറം സ്വദേശിയായ സെബാസ്റ്റിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡി എടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നടത്തുന്നു. ഇയാൾ ഈ കേസിൻ്റെ ആദ്യം മുതൽ തന്നെ ആരോപണ വിധേയനാണ്. ജൈനമ്മയെ കാണാതായ കേസിൽ അങ്ങനെ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് നിർണായകമായൊരു വിവരം ക്രൈംബ്രാഞ്ചിന് ഈ സെബാസ്റ്റ്യനിൽ നിന്ന് ലഭിക്കുന്നത്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സെബാസ്റ്റ്യൻ്റെ ചേർത്തല പള്ളിപ്പുറത്തുള്ള നമ്മളിപ്പോൾ കാണുന്ന ഈ പുരയിടത്തിൽ എത്തി പരിശോധന നടത്തിയത്. അവിടുന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്പെസിഫിക് സ്ഥലത്ത് ക്രൈംബ്രാഞ്ച് സംഘം കുഴിച്ചു നോക്കിയ സ്ഥലത്ത് അധികം ഒരടി പോലും കുഴിക്കുന്നതിനിപ്പുറം തന്നെ മനുഷ്യൻ്റേതെന്ന് കരുതുന്ന അസ്ഥികൂടത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. പിന്നീട് വിശദമായ പരിശോധനയിൽ സമീപത്ത് നിന്ന് ഇത് കത്തിക്കാൻ ഉപയോഗിച്ച ഡീസലിൻ്റെ കന്നാസ് അടക്കം കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് സെബാസ്റ്റ്യനോട് ചോദ്യം ചെയ്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ സെബാസ്റ്റ്യൻ വിട്ടു പറയുന്നില്ല. എന്തായാലും അത് മനുഷ്യൻ്റെ അസ്ഥികൂടമാണ് എന്നുള്ള കാര്യത്തിൽ പോലീസ് ഫോറൻസിക് സംഘത്തിൻ്റെ വഴിയിലൂടെ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. ഏകദേശം 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. എന്തായാലും ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് തിരോധാന കേസുകളിൽ പ്രതിയാണ്. ഒന്നാം കോട്ടയം സ്വദേശിനിയായ ഈ ജൈനമ്മ, മറ്റൊന്ന് ബിന്ദു പത്മനാഭൻ എന്ന ഒരു സ്ത്രീയെ കാണാതായ കേസിലെ പ്രതിയാണ്. അത് 2017 ഈ കുടുംബം ബിന്ദു പത്മനാഭൻ്റെ കുടുംബം പോലീസിൽ പരാതി നൽകുന്നത്. 2002 മുതൽ ഈ സ്ത്രീയെ കാണാനില്ല എന്നുള്ളതായിരുന്നു പരാതി. അന്വേഷിച്ച് വന്നപ്പോൾ ഈ രണ്ട് കേസിലും ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ സംശയം. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് സെബാസ്റ്റ്യൻ്റെ വീട്. ഈ വീടിനകത്ത് ഇന്നലെ ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ ദുരൂഹ സാഹചര്യത്തിൽ ഇതിൻ്റെ സ്വീകരണ മുറിയിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് പോലീസിനെ കൂടുതൽ സംശയത്തിലാക്കുന്നത്. എന്തായാലും ഈ ചോദ്യം ചെയ്യലിനോട് ഈ സെബാസ്റ്റ്യൻ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ അസ്ഥികൂടം ആരുടേതാണ് എന്നുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യത്തിന് അത് തനിക്കറിയില്ല, ഈ രണ്ട് സ്ത്രീകളെയും തനിക്കറിയില്ല, താൻ അവിടെ വീട്ടിലെ പട്ടിയെ കുഴിച്ചിട്ടതാണ്, അതിനെ കൊന്നതിൻ്റെ അത് മരിച്ചപ്പോൾ ചത്തുപോയപ്പോൾ അതിനെ കുഴിച്ചിട്ടതിൻ്റെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ മൊഴി. ഒപ്പം 65 വയസ്സ് പോലീസിന് നൽകിയ മൊഴി. 65 വയസ്സുള്ള ആളാണ് ഈ സെബാസ്റ്റ്യൻ. ഷുഗർ അടക്കമുള്ള അസുഖങ്ങളാൽ വലയുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇയാളെ ചോദ്യം ചെയ്യുന്നതിൽ ചില പരിമിതികളുണ്ട്. ഇപ്പോഴും ഈ രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ ഈ വീടും പരിസരവും പൂർണ്ണമായും പോലീസ് ബന്ദോബസ്തിലാക്കിയിട്ടുണ്ട്. നിരവധി ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ട്. ഈ രണ്ട് സ്ത്രീകളുമായി അയാൾക്ക് എന്താണ് ബന്ധം, ഏതെങ്കിലും തരത്തിൽ മറ്റ് ദുരൂഹ സാഹചര്യങ്ങൾ, ഇടപെടലുകൾ ഇതിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഇയാളുടെ സഹകരണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത്.